സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 47-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 8-ാം ദിവസത്തിലേക്കും കടന്നു. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്ന് സമരസമിതി. സർക്കാർ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആശമാർ കടന്നു പോകുന്നതെന്നും സമരസമിതി പറഞ്ഞു. സർക്കാർ മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി സമരം തീർപ്പാക്കാൻ നടപടിയെടുക്കണം. സമരത്തിന്റെ 50-ാം ദിവസമായ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ഇന്നിപ്പോൾ 47 ദിവസം 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 31-ാം തീയതി ഇവിടെ നടക്കുന്ന ഒരു സഹന സമരമാണ്. ഈ ദിവസം വരെ ഞങ്ങളുടെ ഒരാൾ പോലും എന്തെങ്കിലും തരത്തിലുള്ളൊരു മോശപ്പെട്ട പ്രവൃത്തിയോ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഒരു കല്ല് പോലും വലിച്ചെറിഞ്ഞിട്ടില്ല. ഒരു പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലെ ഒരു പോലീസിന്റെ ദേഹത്ത് ഒരു അതിക്രമം കാണിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. ഞങ്ങൾക്ക് രഹസ്യമായി തീരുമാനിക്കാനും മറ്റൊന്ന് ചെയ്യാനും എന്ന് പറയുന്ന അങ്ങനെ ഒരു നയമില്ല. എല്ലാം തന്നെ ഈ സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരമുഖത്ത് നിൽക്കുന്ന ആശാവർക്കർമാരുമായി ചേർന്നിരുന്ന് ആലോചിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 47 ദിവസവും ഈ പൊരിവേലത്ത് കഴിയുന്ന ആളുകൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ട്. വളരെ വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും വന്നിങ്ങനെ വെയിലുകൊണ്ട് ഈ ഡീഹൈഡ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളുടെ സഹപ്രവർത്തക ശ്രീമതി സതിയുടെ ഭർത്താവ് ഈ സമരപ്പന്തലിൽ നിന്ന് പോയിട്ട് ഏതാനും മിനിറ്റുകൾക്കകമാണ് അദ്ദേഹം മരിച്ചത്. 45 ദിവസവും രാവിലെ സതി നമ്മുടെ സംസ്ഥാന സമിതി അംഗമാണ് ഇവിടെ കൊണ്ടുവന്ന് വിടുകയും വൈകുന്നേരം 9-9:30 വന്ന് രാത്രി വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്ത അങ്ങനെ വിളിച്ചുകൊണ്ടുപോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചത്. ഒരുപക്ഷെ ഈ സമരം നേരത്തെ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ പകൽ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് യഥാസമയം പരിഹരിച്ച് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുമായിരുന്നു. ഗവൺമെന്റ് ഇനി ഇങ്ങനെ ആളുകളെ ഇവിടെ ഇങ്ങനെ ഇരുത്താൻ പാടില്ല. അമ്മമാരാണ്, സ്ത്രീകളാണ്, വീടിന്റെ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് മാന്യമായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ, ആശാവർക്കർമാർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഒരു സെറ്റിൽമെന്റ് തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 50-ാം ദിവസം, കാരണം ഞങ്ങൾ നടത്തുന്ന സമരം നേരത്തെ പറഞ്ഞു, അത് നമ്മളിൽ തന്നെ വേദനയുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സമരം. ഇപ്പോൾ നിരാഹാര സമരം 9-ാം ദിവസം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി M.A. ബിന്ദു ആ നിരാഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ 7 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് അടുത്തയാൾ നിരാഹാരം അനുഷ്ഠിച്ചു. നിങ്ങൾ കാണുന്ന 54-ഉം 55-ഉം വയസ്സുള്ള അമ്മമാരാണ് സമരം ചെയ്യുന്നത്. ഇതുപോലൊരു കൊടും ചൂടിൽ എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റും? ഒരു പട്ടിണി സമരമാണ്, അതൊരു സ്വയം പീഡയാണ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 50-ാം ദിവസം ആശാവർക്കർമാർ, സ്ത്രീകൾ ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ സമരപരിപാടി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അന്നേ ദിവസം ഈ സമരപ്പന്തലിൽ ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും. കേരളം തീരുമാനിക്കട്ടെ.